കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. നാം 103 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത അവന്റെ ഉപകാരങ്ങൾ ചിലതൊന്നും, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് എന്തെല്ലാം ഈ കഴിഞ്ഞ ആഴ്ച ചെയ്തു അതെല്ലാം ഓർത്ത് ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് എന്താണ് ദൈവം ചെയ്തത്? ഒന്നുമില്ലേ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനാണ്, എന്റെ കാലിനെ വീഴ്ചയെന്നവൻ വിടുവിച്ചത്. വലിയ പർവ്വതത്തിൽ തട്ടി ആരും വീണിട്ടില്ല, കൊച്ചു കല്ലെ തട്ടി വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. നിന്റെ കാലുകൾ വേച്ചു വിറച്ച് വീഴാതെ വണ്ണം നിന്നെ കരുതിയ ഒരു ദൈവം ഇന്ന് പകൽ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്റെ കാലിനെ വീഴ്ചയെന്നും എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ യേശുവെ എന്ന് ഉറക്കെന്ന് വിളിച്ചാൽ യേശുവേ ആരാധനേ.
സ്തുതിക്ക് യോഗ്യനാണ്. ഞാൻ അങ്ങേ ഒത്തിരി ഇഷ്ടപ്പെടുന്നപ്പ, ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നപ്പ. ഐ ലവ് യു ജീസസ് എന്ന് വാ തുറന്നു പറഞ്ഞ കർത്താവ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ കുഞ്ഞുങ്ങളെക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ ഭർത്താവിനേക്കാൾ അവൻ എനിക്ക് വലിയവനാന്ന് പറയാൻ ഉറപ്പുള്ളവര്, നട്ടലുള്ള ചങ്കൂറ്റമുള്ള ബലമുള്ളവരെന്ന് പറഞ്ഞ് എന്റെ യേശു എനിക്ക് നല്ലവനാണ്. ഒന്ന് വാക്കുറന്ന് പറഞ്ഞ് യേശു എനിക്ക് നല്ലവനാണ്. ഇന്ന് വരെ ദൈവം എനിക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവരെന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. മൈക്കൊന്ന് ഓഫാക്കിയിട്ട് നിങ്ങളൊന്ന് വെച്ച് എല്ലാവരുടെ കൈ ഉയർത്തിപ്പിടിച്ച്, കാരണം ആരാധനയുടെ നടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുന്നത്. എന്തോ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എന്റെ ജനമെന്നെ ആർപ്പിടുമ്പോ, എന്റെ ജനമെന്നെ ആർത്തു വിളിച്ചാരാധിക്കുമ്പോ ഞാൻ എന്റെ മഹത്വത്തെ എന്റെ നടുവിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ നിന്റെ മുഖം ശോഭിക്കത്തക്കവണ്ണം അവന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഇതുവരെ നീ കാണാത്ത ഒന്ന് ദൈവം നിന്നെ കാണിക്കാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഇന്ന് പകൽക്കാലം ചില പുതപ്പുകൾ, വിടുതലിന്റെ പുതപ്പുകൾ, സൗഖ്യത്തിന്റെ പുതപ്പുകൾ, നന്മയുടെ പുതപ്പുകൾ, ആരോഗ്യത്തിന്റെ പുതപ്പുകൾ, വഴികൾ തുറക്കുന്ന പുതപ്പുകൾ ഇതിനകത്ത് ചെല്ലവേൽക്കത്ത വീഴ്ത്തുവാൻ ആഗ്രഹിക്കുക. ആരാണ് ഏലിയാവിന്റെ പുറകെ ഓടിയത്? ഏലീശയാണെങ്കിൽ അവൻ കാളയെ വിട്ടെങ്കിൽ, അവൻ കാളയെ വിട്ടുവെങ്കിൽ, അവൻ വയല് വിട്ടുവെങ്കിൽ, ചിലതിന്റെ ഉദ്ദേശത്തോടുകൂടി ഇന്ന് പകൽക്കാലം വന്നവരെ ദൈവം കൈ ചൂണ്ടി പറയുകയാണ്, നിന്റെ മേൽ പുതപ്പ് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ ഉറക്കെ ഹല്ലേലൂയ, കുറച്ചുകൂടെ മുഴക്കത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ പറഞ്ഞ് ഹല്ലേലൂയ, അന്തിനുമായോനെ ഉറവിടമായോനെ ആദ്യമായോനെ ജീവൻ ഉറവിടമായോനെ അങ്ങേ നിത്യം സ്നേഹിപ്പാൻ ഇവ ജീവൻ തന്നോനെ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, സന്തോഷത്തോടാർത്തു വിളിച്ചൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ട് വചനം പറയുന്നവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി കുലുങ്ങി. ചിലതിനെ കുലുക്കാൻ നിന്റെ ആർപ്പിന് കഴിയും. കർത്താവ് പറയുന്നു, നിന്നെ കുലുക്കത്തക്കവണ്ണം നിനക്കെതിരെ കടന്നു വന്ന വെല്ലുവിളികളെ ഇന്ന് പകൽ നീ ആർപ്പിടുമ്പോ അവൻ ശബ്ദം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്ന് ശബ്ദം ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളെക്കാട്ടിലും ഞാൻ കൂടുതൽ ശബ്ദമുണ്ടാക്കി എന്റെ ദൈവത്തെ ആരാധിക്കുമെന്നൊരു വാശി നമ്മുടെ അകത്തുണ്ടെങ്കിൽ അവൻ അറിയാത്ത ഉറവുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമല്ല, നിങ്ങളുടെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമല്ല, അതിലുപരിയായിട്ട് ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ സകലതും മറന്ന് ആരാധിക്കും. പൗലോസും ശീലാസും പറയുന്ന ഒരു വാക്കുണ്ട്, കയ്യിൽ ചങ്ങലയുണ്ട്, കാലിൽ ചങ്ങലയുണ്ട്, പക്ഷെ ഞങ്ങളുടെ ആദരത്തെ ചങ്ങലയിടാൻ ഇവിടുത്തെ നിയമങ്ങൾക്ക് കഴിയത്തില്ല. എന്തെല്ലാം പോരുകൾ വന്നാലും, എന്തെല്ലാം വെല്ലുവിളി വന്നാലും നിന്റെ ആദരം അടയ്ക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ ആദരം തുറന്ന ദൈവത്തെ ആരാധിക്കണം. തുറന്ന ദൈവത്തെ ആരാധിച്ചോണം. എന്തുകൊണ്ട്? സ്തുതിയുടെ നടുവിൽ ആ വിടുതൽ വെളിപ്പെടുന്നത്.
കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് നന്ദി കർത്താവ്. സ്തുതിയുടെ നടുവിൽ വസിക്കുന്ന കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒന്ന് ജനാമി പറഞ്ഞാട്ടെ. കർത്താവിന് എവിടെ നിൽക്കാനാണ് ഇഷ്ടം? പെന്തക്കോസ്തുകാരായി നമ്മൾ പറയും നമുക്ക് നടുവിലാണ്. എവിടെയാ കർത്താവ് നിൽക്കുന്നത്? നടുവിൽ. ഇപ്പൊ പറഞ്ഞ പോലെ സ്തുതിയുടെ നടുവിലാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ്. കർത്താവിന് ഇഷ്ടം നടുക്ക് നിൽക്കാൻ വേണ്ടിയാണ്. കിഴക്ക് വരാമെന്നല്ല കർത്താവ് പറഞ്ഞത്, ആണോ? അല്ല. കിഴക്കത്തെ ആരാധന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകമുണ്ട്. കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുക, കിഴക്കോട്ട് നോക്കി വിഗ്രഹങ്ങളെ ആരാധിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. രണ്ട് ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും എവിടെ കർത്താവ് നിൽക്കുന്നത്? നടുക്ക്. ഓർക്കെന്ന് പറഞ്ഞാൽ എവിടെയാണ്? നടുക്ക്. അങ്ങനെയാണ് നിന്റെ പ്രശ്നത്തിന്റെ നടുക്ക് ആര് നിൽപ്പുണ്ട്? കർത്താവ് നിൽപ്പുണ്ട്. അവർക്ക് രാമ്യം പറഞ്ഞാട്ടെ, സന്തോഷത്തോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് പാടി കർത്താവിനെ അറിയിക്കും. എത്ര പേർക്ക് കർത്താവ് നല്ലവനാണ്? യേശു നല്ലവനാണെങ്കിൽ അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, കർത്താവ് നിങ്ങൾക്ക് നല്ലവനാണ്, കർത്താവ് നിങ്ങൾക്ക് നല്ലവനാണ്, കർത്താവ് നല്ലവൻ, യേശു നല്ലവൻ, അവൻ യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുള്ളത് ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കും. നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയോ,
ലൈൻ നിങ്ങൾ പറയണം ഹല്ലേലൂയ. ആർത്ത് വിളിച്ച് കർത്താവിനെ ആരാധന. അലറ്റി വരുമ്പോൾ ദുഃഖത്തോടും വിഷമത്തോടും ഒന്നും വരരുത്. അലറ്റി കയറുമ്പോൾ സന്തോഷം ഉണ്ടാകണം. അവൻ സന്തോഷത്തിന്റെ പൂർണ്ണത ഉണ്ടാകണം. തലവേദന ഉണ്ടായിരിക്കാം, നടുവേദന ഉണ്ടായിരിക്കാം, ഒരുപാട് അസ്ഥിവേദനകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുമ്പോഴാണ് സൗഖ്യത്തിന്റെ ശക്തിനകത്ത് വെളിപ്പെടുന്നത്. നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം. ദൈവം ഞങ്ങൾ ആദ്യത്തെ ലൈൻ ഹല്ലേലൂയ എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരു സെക്കൻഡ് ലൈൻ ഹല്ലേലൂയ എന്ന് നിർത്തി അല്പം വേറെ സൈലന്റ് നിൽക്കുക. ഓഡിയൻസ് ഹല്ലേലൂയ അങ്ങനെ ഒന്ന് പാടി അല്പം ശ്രമിക്കും. കാരണം ഈ സ്വർഗത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം കേൾക്കുന്ന ഒരു ശബ്ദം എന്താണ്? മലയാളത്തിൽ എന്താണ്? ഇംഗ്ലീഷിൽ എന്താണ്? കന്നഡയിൽ എന്താണ്? തെലുങ്കിൽ എന്താണ്? ഉറുദുവിൽ എന്താണ്? അറബിയിൽ എന്താണ്? മാറ്റമില്ലാത്തൊരു ഭാഷ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്വർഗത്തിൽ ഈ ശബ്ദത്തിന് മാറ്റമില്ല. ദൂതന്മാരും എല്ലാവരുടെ ചേർന്ന് പറയുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ഉറക്കെന്ന് പറഞ്ഞാട്ടെ, നല്ല എനർജി ആയിട്ടെന്ന് പറഞ്ഞാട്ടെ. അതാണ് ശബ്ദം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, പിള്ളേരെ വഴക്ക് പറഞ്ഞ ശബ്ദത്തിൽ ഒരു ഇഞ്ച് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കാൻ എടുക്കണം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ചിലർ ചുണ്ടനക്കിയതുള്ളൂ, ഞാൻ കണ്ടു. ചിലർ ചുണ്ടനക്കുന്നു. സ്വന്തം പാസേ, ഇതൊന്നുമല്ല നിങ്ങളുടെ ശബ്ദം. ഓർത്ത് വിളിച്ചെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഹെരോദാവിനെ ദൂതൻ എന്തിനടിച്ചത്? അനുസരണക്കേട് കാണിച്ചോണ്ടാണോ? എന്തിന്? ദൈവത്തിന് ഇതിനകത്ത് മഹത്വം കൊടുത്തില്ലെങ്കിൽ. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പൊ മഹത്വം കൊടുത്തില്ലെങ്കിലും അടി കിട്ടും, മഹത്വം കൊടുത്താൽ അനുഗ്രഹം കിട്ടും. മനസ്സിലായവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ വാക്യം വായിക്കുന്നത്, ജനങ്ങളെല്ലാം വന്ന് ഹെരോദാവിനെ എന്ത് ചെയ്തു? വാഴ്ത്തി. നിന്നെ ആരെങ്കിലും പുകഴ്ത്തുന്നതിൽ ഓർത്തോ അവർ നിന്നെ തള്ളിയിടും. ഉറപ്പാ. ഇന്നലെ ഹോശന്ന ഹോശന്ന ദാവീദ് പുത്രന് ഹോശന്ന, അവര് തന്നെ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞ എന്താണ്? ഇവനെ മനുഷ്യന്റെ പ്രശംസ ദോഷമാണ്, അപകടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ഞാൻ പറയാൻ കാരണം, ഹെരോദാവിനെ ഒറ്റ അടി കൊടുത്തു ദൂതൻ. പൂട്ട് തുറക്കുന്ന ദൂതൻ, ഡോർ തുറക്കുന്ന ദൂതൻ, പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയ ദൂതൻ കൈക്ക് പിടിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് വിട്ടിട്ട് എങ്ങോട്ടോ പോയി. ഒരു താങ്ക്സ് പോലും പറയാൻ പത്രോസിന് സമയം കിട്ടിയില്ല. ദൂതൻ നേരെ ചെന്ന് എങ്ങോട്ടാണ്? ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാം അവർക്ക് ഫുഡ് കിട്ടുന്ന വിഷയമാണ് അവരുടെ പ്രശ്നം. ഫുഡ് കൊടുക്കും നന്നായിട്ട്. അതുകൊണ്ട് യഹൂദന്മാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ജനങ്ങളെല്ലാം കൂടെ ആരെ പുകഴ്ത്തി? ഹെരോദാവിനെ. എന്തായിരിക്കും പുകഴ്ത്തി പറഞ്ഞത്? അങ്ങ് നീണാൽ അങ്ങയുടെ ഉടുപ്പ് എത്ര നല്ലതാണ്, അങ്ങ് വെച്ച തൊപ്പി എത്ര നല്ലതാണ്, അങ്ങയുടെ ഷൂ എത്ര നല്ലതാണ്, അങ്ങയുടെ ഇരുന്ന് ചെങ്കോൽ എത്ര നല്ലതാണ്. ചുമ്മാതെ എന്ത് ചെയ്തു? പൊക്കി പറഞ്ഞു. എങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്? കേൾക്കുന്നില്ലല്ലോ. വേറൊരാളെ പൊക്കുമ്പോൾ ഓർത്തോണം, നിന്നെ താഴെ അവരിടും. പൊക്കി പറഞ്ഞു, പൊക്കി പറഞ്ഞു. പൊക്കി പറഞ്ഞപ്പോൾ ദൂതൻ കയറി വരികയായിരുന്നു. അപ്പോ അവിടെ ഒരു പദം എഴുതി വെച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കായിക കൊണ്ട് കർത്താവിന്റെ ദൂതൻ ഉടനെ അവൻ എന്ത് ചെയ്തു? അടി അവിടെ നിൽക്കട്ടെ. എന്നെ ചിന്തിപ്പിച്ച വിഷയമല്ല. ഒരു മരണം ഉണ്ടായാൽ എത്ര മണിക്കൂർ ഉണ്ടായിരിക്കും ചോദിച്ചാൽ ബോഡിയിൽ കൃമിയും പുഴുവും കയറുന്നത്? അത് ചോദിച്ചാൽ എത്ര മണിക്കൂർ എടുക്കുക? ഏകദേശം 24 മണിക്കൂർ കൊണ്ട് ശരീരത്തിനകത്ത് പുഴു കയറും. വെളിയിലൊന്നും വരണ്ട. ഇവിടെ ഉണ്ട്. ഈ ശരീരത്തിനകത്ത് ബാക്ടീരിയ, കൃമി, പുഴുവൊക്കെ ഉണ്ട്. ഇതൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുക. മനസ്സിലാകുന്നില്ല. ഉറക്കത്തിൽ ഒരു പുഴു മുക്കിക്കൂടെ ചാടി കയറിയ പോയില്ല പണി. ഹലോ, കഴിച്ചിട്ട് ബിരിയാണിയും കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വ്യായാമൊന്നും ചെയ്യാതെ 10 മിനിറ്റ് കിടന്ന് നടക്കാതെ കയറി കിടന്ന് ഉറങ്ങുമ്പോൾ ഈ കഴിച്ച ഫുഡ് തന്നെ എന്ത് ചെയ്യാൻ ചിലപ്പോ കയറി വരാറുണ്ട്. മുക്കിക്കൂടെ ഒക്കെ ചാടി. ചിലപ്പോ ഒരു പുഴു കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം നമുക്കില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നമ്മെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഇല്ലേ?
ഇല്ല, ഈ ശരീരമൊക്കെ ഇന്ന് വിറങ്ങലിച്ച് മോർച്ചറി കൊണ്ടുവെക്കേണ്ടി വന്നേനെ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ഹെരോദാവിനെ ദൈവം ചെയ്തു അടിച്ചു. അതിനേക്കാൾ വലിയൊരു വിഷയമാണ് അവന്റെ ദേഹം എന്ത് ചെയ്തു. അങ്ങനെ വായിക്കുന്നത്, അവൻ കൃമിക്ക് 24 മണിക്കൂറിന് നേരെ നടക്കേണ്ട പ്രോസസ്സ് സെക്കൻഡ് കൊണ്ട് നടന്നെങ്കിൽ പുകഴാൻ ഒന്നുമില്ല കേട്ടോ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറയാം, പുകഴാൻ ഒന്നുമില്ലെന്ന് പറയാം, പ്രശംസിപ്പാൻ ഒന്നുമില്ലെന്ന് പറയാം. അവൻ പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഇവിടെ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്, ഒന്നും അഹങ്കാര ശബ്ദം പോലും ഉണ്ടാക്കരുത്. നമ്മളെല്ലാം കർത്താവിനെ ആരാധിക്കാൻ വന്നവരാണ്. എഴുന്നേറ്റ് നിൽക്കണേ, എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോണം. ഇരിക്കണേ, ഇരുന്നോണ്ട് ആരാധിച്ചോണം. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടോടെ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയോ, കൃപ ഒന്നും മാത്രം യേശു. പഴയ അർത്ഥമുള്ളൊരു പാട്ടാണ്. ചേർന്ന് പാടി ആത്മാവ് ദൈവത്തെ സ്തുതി.
കൃപയാൽ 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 മാത്രമാണ്. എപ്പോഴും ഓർക്കേണ്ട, ആലയത്തിൽ വരുമ്പോൾ ഇവിടെ പടങ്ങളോ കുരിശോ ഒന്നുമില്ല. പക്ഷെ ഓർക്കേണ്ട ഒന്നുകൊണ്ട്, കൃപയാൽ ഞാൻ ഇവിടെ വന്നതാണ്. നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ പണത്തിന്റെ ബലമോ ആരോഗ്യം കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയാൽ മാത്രമാണ്. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറയാമോ ഒരു നിമിഷം? കൃപയാൽ 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 തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയ കത്തൻ കൃപയെ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയ കത്തൻ കൃപയെ യേശു ക്രിസ്തു മാധുര്യം. രുചിച്ച്
രുചിച്ചു നോക്കി ഞാൻ കർത്തകൃപാകളെ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും ചേർന്ന് 125 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ ആരാധിക്കാം. വായിക്കുമ്പോൾ ശബ്ദം ഉയർത്തി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഓർപ്പിക്കുക. 125 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. 125 സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. നീതിമാന്മാർ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കയില്ല. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ നമ്മുടെ വിശുദ്ധ കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യുക. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുക. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. ഭക്ഷിപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പാർക്കുവാൻ പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ തന്നതിനായി സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ തന്നതിനായി സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഇന്ന് പകലും ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന ബലത്തിനായി സ്തോത്രം ചെയ്യുക. തകർത്തടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, പെരുവെള്ളത്തിന്റെ ഇരച്ചിപ്പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈദികന്മാർ വീണ മീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ശബ്ദം എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ഈ ആറിന്റെ മറുകര കേൾക്കത്തക്കവണ്ണം ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കേണ്ടതിന്റെ വായുടെ നിശബ്ദമായി കർത്താവിനെ കാത്തുകൊടുക്കാം. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് ഞാൻ കുറവ് വരുത്തുന്നവന്. വില്ലാളികൾ ജോസഫിനെ വിഷമിപ്പിച്ചു. അവന്റെ വില്ല് ഉറപ്പോട് നിന്നതുപോലെ നിന്റെ വില്ല് ഞാൻ ഉറപ്പോട് നിർത്തും. നിനക്ക് എതിരാളികളുണ്ട്, നിനക്കെതിരെ വില്ലാളികൾ എഴുന്നേറ്റിട്ടുണ്ട്. അവർ വില്ല് കൊലച്ച് നിന്നെ മുറിപ്പെടുത്തത്തക്കവണ്ണം നിനക്ക് നേരെ ഉന്നം പിടിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യങ്ങളെ ഞാൻ തെറ്റിക്കുന്ന ദൈവമാണ്. നിന്നെ ഞാൻ ലക്ഷ്യത്തിൽ എത്തിക്കും. ചില വിടുതൽ ഞാൻ നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്താൻ പോകുകയാണ്. ഞാൻ നിന്നെ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ പോകുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് യാചിച്ചിട്ട് കിട്ടാത്ത ചില മറുപടികൾ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി കൽപ്പിക്കാൻ പോകുകയാണ്. വ്യാധികളെ ഞാൻ എടുത്തു മാറ്റുന്ന ദൈവമാണ്. രോഗക്കെട്ടുകളെ ഞാൻ അഴിക്കുന്ന ദൈവമാണ്. രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ രാത്രിയിൽ നീ കണ്ട സ്വപ്നങ്ങൾ, അതിനെ ഓർത്ത് നീ വ്യാകുലപ്പെട്ടെന്ന് പകലിരിക്കുന്നു. അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തന്ന് ലക്ഷ്യത്തിൽ എത്തിപ്പാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ഞാൻ നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എണ്ണി എണ്ണി നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പകർന്ന അഭിഷേകം ഞാനതിനെ തുറന്നു വിടാൻ പോകുകയാണ്. ചില കെട്ടുകളെ പൊട്ടിക്കുന്ന ശുശ്രൂഷ ഞാൻ നിന്നോട് വെളിപ്പെടുത്താൻ പോകുകയാണ്. ചില കുടുംബത്തിൽ ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. ചില വ്യക്തികളെ അവൻ നേടത്തക്കവണ്ണം എന്റെ കൃപ ഒരു വെളിപ്പാട് എന്നെ കർത്താവ് കാണിക്കുന്നു. ഒരു ദർശനം എന്നെ കർത്താവ് കാണിക്കുന്നു.
കരണ്ടടിക്കത്തക്കവണ്ണം ഷോക്കടിച്ചു നീ ഒരു മൃതശരീരമായി വീഴത്തക്കവണ്ണം നീ അറിയാത്ത മണ്ഡലത്തിൽ നിനക്കെതിരെ പൊരുതിയ ചില പോരുകൾ ഇന്ന് വക ഞാൻ അഴിച്ചെടുക്കുന്ന ദൈവമാണ്. നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ സ്വന്തം പറഞ്ഞ് ജയിച്ചു. അശ്രദ്ധ കൊണ്ടുവരേണ്ട അനർത്ഥങ്ങളെ ഞാൻ ഒഴിച്ചുവിടുന്ന ദൈവമാണ്. ഈ സഞ്ചരിക്കുന്ന പാതയിൽ ലൈൻ കമ്പി പൊട്ടിക്കിടന്നിട്ട് അറിയാതെ ഷോക്കടിക്കത്തക്കവണ്ണം അവൻ ചില പദ്ധതി പിശാച് ഒരുക്കുമ്പോൾ ഞാൻ നിന്നെ വഴി മാറ്റിവിടുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ദിശ മാറ്റിവിടുന്ന ദൈവമാണ്. പെട്ടെന്ന് രോഗിയാക്കത്തക്കവണ്ണം, പെട്ടെന്ന് കിടക്കയിലേക്ക് വലിച്ചെഴിയത്തക്കവണ്ണം ഇന്ന് പകൽ ഏറ്റെടുത്തോ. വിടുന്ന ദൈവസഭ ഏറ്റെടുത്തോളം. ഇപ്പോൾ ഇതിനകത്ത് സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. ഇപ്പോൾ ഇതിനകത്ത് വിടുതൽ വെളിപ്പെടുന്നു. അസ്ഥിയോട് പോരാടുന്ന, അസ്ഥിയെ ദ്രവിച്ചു കളയത്തക്കവണ്ണം, അസ്ഥി പൊടിയുന്ന രോഗക്കെട്ടുകൾ ഇപ്പോൾ ഇതിനകത്ത് സൗഖ്യമാകുന്നു. നടന്നു തുള്ളി ആരാധിച്ചതുപോലെ ഇന്ന് പകൽ ഏറ്റെടുക്കാം. എന്തോ വിടുതൽ ഇപ്പോൾ സഭയ്ക്കകത്ത് നടക്കുന്നു. എനിക്കറിയത്തില്ല, എനിക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് പകൽ നിന്റെ ബിസിനസ് പൊട്ടിച്ചു കളയാം. ആഭിചാരങ്ങൾ ചെയ്തു വെച്ച പദ്ധതികൾ ദൈവം പൊളിക്കാൻ പോകുകയാണ്. ഏറ്റെടുത്തോ സഭ ഏറ്റെടുത്ത് ആരാധിച്ചോ. നീ അറിയാത്ത മണ്ഡലത്തിൽ ആവരിച്ചു വിട്ടുള്ള ദുരാന്ത ശക്തികൾ തലകെട്ടി വലകെട്ടി മമണ്ടന് നട്ടമനം അടകത്തിന ചുമത്തെട്ടി വാദവച്ചി കടൽ കതിരിച്ചടകത്തിന് ആമെ തിരിച്ചുവിടത്തക്കവണ്ണം ആമെ കയ്യിൽ അന്ന ചിലര്, കൂടെ നിന്ന ചിലര് അസൂയയുടെ ആത്മാവിൽ നിനക്കെതിരെ പടച്ചുവിട്ട പോരികളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ദൈവമക്കൾ ആരാധിച്ചോ. ഏറ്റെടുത്ത് ആരാധിച്ചു. ഇന്ന് ജനത്തിന് നടുവിൽ വിടുതൽ നടക്കുന്ന പകല, ഇന്ന് ഉത്സവത്തിന്റെ പകല. ഞരമ്പുകളിലൂടെ, അസ്ഥികളിലൂടെ വ്യാപരിക്കുന്ന രോഗക്കെട്ടുകൾ ഇപ്പോൾ അടിച്ചു മാറ്റാൻ പോവുകയാണ്. അസ്ഥിയോട് പോരാടുന്ന രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. ഞരമ്പിനോട് പോരാടുന്ന രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. സഹോദരി, ഉന്നം നിന്നെ വെച്ചതാ, ലക്ഷ്യം നിന്നെ വെച്ചതാ. പക്ഷെ മാറ്റിവിട്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. കഥ പറയുന്നു, ചില എന്റെ ജനത്തിന്റെ ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കും. ആ വാക്ക് വീണ്ടും പറയുന്നു, എന്റെ ജനത്തിന്റെ മുമ്പുള്ള ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കും. യേശുവിന്റെ നാമത്തിൽ താമര കഥകൾ തുറക്കട്ടെ. ഇരുമ്പോടാതലിലെ കണികൾ നിന്നെ തളർത്തിയത് നീ അറിഞ്ഞിപ്പോ. നിന്റെ പ്രാർത്ഥനയിൽ നീ ഉയർന്നതാണ് ശത്രു താണിരുന്നത്. പക്ഷെ നിന്റെ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ ശത്രു അപ്പുറത്ത് ബലപ്പെട്ടു. പക്ഷെ ഇന്ന് ഞാൻ നിന്റെ അരമുറുക്കി വിടാൻ പോവുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്നത് കാലിൽ തീ കത്തുന്നത് പോലെ, കാലിൽ ചവിട്ടിരിക്കുന്ന കാലിൽ തീ കത്തുന്ന ഒരു അഭിഷേകം. സുവിശേഷം ഇരിക്കുന്നത് കാലത്ര മനോഹരമെങ്കിൽ ഇന്ന് ഇവിടെ അഭിഷേകത്തിന്റെ കാല്, അഭിഷേകത്തിന്റെ തീര് ഇവിടെ ഏറ്റെടുത്ത് വീട്ടിൽ ചെന്ന് കാല് കുത്തുമ്പോ ചില കെട്ടുകൾ കർത്താവ് നിർവീര്യമാക്കും. തീ കൊണ്ട് ചണം കരിയുന്നത് പോലെ ഞാൻ എന്റെ ജനത്തിന്റെ ബന്ധനങ്ങളെ കരിക്കാൻ പോവുകയാണ്.
ഉറപ്പാ. കർത്താവ് ഞങ്ങളുടെ നടുവിലോട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനകളിൽ ഓർത്തിരിക്കും വലിയൊരു ആത്മപകർച്ച ഇതിന്റെ നടുവിൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും ദൈവസ്ഥലിരിക്കുക. അതുകൊണ്ടൊന്നും പറയാം, തീ കൊണ്ട് ക്ഷണം കഴിയുന്നത് പോലെ ലക്ഷ്യം നിന്നെയായിരുന്നു, നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ കർത്താവ് തെറ്റി മാറ്റി, കർത്താവ് തെറ്റി മാറ്റിയിരിക്കും. ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കറിയത്തില്ല, എന്റെ ദേഹം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, എന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ തീയുടെ അഭിഷേകം ഇപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊണ്ടോ എനിക്കറിയില്ല. നീ ആളി കത്തേണ്ട വ്യക്തിയാ, നീ ആളി ആരാധിക്കേണ്ട വ്യക്തിയാ. നിന്റെ ആരാധന അല്പമൊന്ന് കുറയ്ക്കാൻ ശത്രു ശ്രമിക്കും. ജയിച്ചോളാം. ആരല്ല എന്തെല്ലാം പറഞ്ഞാലും നിന്റെ പ്രാർത്ഥനയും ആരാധനയുമാണ് നിന്റെ ഭവനത്തിനകത്ത് ചിലരെ ഉറപ്പോ ഇപ്പോഴും നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ നടുവിൽ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. യേശു വന്നതുകൊണ്ടാണ് ഇത്രയും ശബ്ദവും ആരാധനയും സ്തുതിയൊക്കെ ഇവിടെ വെളിപ്പെട്ടത്. പലപ്പോഴും നമ്മൾ കരുതും നമ്മെ സ്നേഹിക്കുന്ന പല ആളുകളും, ദൈവമില്ലാത്ത പല ആളുകളും പലതും സന്തോഷത്തോട് തരികയും വാങ്ങിക്കുകയും കൈതരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്നേഹം കൊണ്ടാണത് കരുതും. പക്ഷെ അവർക്കൊരു ദുരുദ്ദേശമുണ്ട്. ദുഷ്ടന്റെ തീയമ്പെന്ന് അതിന് പറയുന്ന ബൈബിളിൽ. ഇന്ന് പകൽ ദുഷ്ടന്റെ തീ അമ്പുകളെ ഓടിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചേർന്ന രാമ്യം പറഞ്ഞിട്ട് ചില അനർത്ഥങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം ചില ആഴ്ചകളായി സഭയോട് പോരാടി നിന്നതിലെ രോഗബന്ധനങ്ങളും അനിഷ്ട സംഭവങ്ങളും ഇന്നത്തെ ആരാധന മുമ്പിൽ സ്വർഗം അഴിച്ചുവിട്ട കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ലക്ഷ്യം നീയായിരുന്നു. ആ വാക്ക് വീണ്ടും എന്നെ കർത്താവ് കേൾപ്പിക്കുന്നു. ടാർഗറ്റ് ചെയ്തത് നിന്നെയായിരുന്നു. പക്ഷെ മറ്റൊരിടത്തേക്ക് തെന്നിമാറത്തക്കവണ്ണം നിന്റെ ഭവനത്തിൽ വരെ അയച്ച കെട്ടുകളെ ദൈവം അഴിച്ച് ഇന്ന് പകലിവിടെ കൊണ്ടുവന്ന വിശ്വസ്തതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് സമയം അല്പം വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ കൊണ്ടുവന്ന വിഷയം മുഴുവൻ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പുതിയതായി വന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ നന്ദി പറയുന്നു. 125 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. 125 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശം. എല്ലാവരും വാക്യം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. 125 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യമാണ്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ. ഒന്ന് പറഞ്ഞാട്ട്, ഉറക്കെ പറഞ്ഞാട്ട്. ദുഷ്ടന്മാരുടെ അധികാരമുള്ള ചെങ്കോൽ നിങ്ങളുടെ അവകാശത്തിലിരിക്കത്തില്ല. നീതിമാൻ എന്ന പദത്തിന്റെ അടുത്ത് നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് പറയണം, അതിന്റെ അടുത്തിന് നിൽക്കത്തില്ല. ഈ സഭയോടുള്ള 1-ാമത്തെ ദൂതാണ് ചില അധികാരത്തിന്റെ ചെങ്കോൽ കർത്താവ് ഇന്ന് പകൽ അടിച്ച് ഓടിക്കാൻ പോവുകയാണ്. ശാന്തന, നീ കരയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദുഷ്ടൻ വെച്ച ചെങ്കോലുകൾ ഒടിക്കുന്ന ഒരു കൃപ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. മക്കളെ, നിങ്ങളുടെ പഠനത്തിനെതിരെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലിരിക്കാതിരിക്കത്തക്കവണ്ണം ചിന്തകളെ പതറിച്ചു കളയുന്ന ദുഷ്ടന്റെ മുഖങ്ങളുണ്ട്. അതിനെ ഒടിക്കുന്ന ഒരു കൃപ ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. പഠനത്തിൽ മുന്നേറാൻ കഴിയാതെ വണ്ണം വെച്ചിരിക്കുന്ന മുഖക്കൈകളെ ഒടിക്കുന്ന ഒരു കൃപ. വേഗത്തിൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. മുഖം ഇന്ന് പകൽ ഒടിയും, അല്ലെങ്കിൽ ചെങ്കോൽ ഇന്ന് പകൽ ഒടിയും. കാരണം ദുഷ്ടന്റെ ചെങ്കോൽ ഇനി അധികമൊന്നും നീതിമാനായ നിന്റെ മേൽ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഇന്ന് പകൽ കർത്താവ് തരാൻ പോകുന്ന ഉത്തരം. ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കും. വായിക്കാം വേഗത്തിൽ. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം. എല്ലാവരും ബൈബിൾ തുറക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം
30-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ആദ്യം വായിക്കണമേ. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുമെന്നോ. ഇങ്ങനെ കരഞ്ഞ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇല്ല. ഇങ്ങനെ കരഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നാം കരയുന്നത് അടുത്തു കിടക്കുന്ന ആള് പോലും കേൾക്കരുത് എന്ന് കരുതിയാണ്. നാം കരയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടുകാർ കേൾക്കരുത് എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ആരോ ഇതിനകത്ത് പൂട്ടി കരഞ്ഞു വന്ന ആരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവം നിന്നെ കണ്ടു പറയുന്നു. നീ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു? ആരാണ് ഈ കരഞ്ഞത്? ആരാണ്? ദൈവം തെരഞ്ഞെടുത്ത രാജാവാണ്. ആരാണ് ഈ കരഞ്ഞത്? ഇസ്രായേലിലെ കരുത്തനായ രാജാവ്. ആരാണ് ഈ കരഞ്ഞത്? അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചവനാണ്. ആരാണ് ഈ കരഞ്ഞത്? വൈകുന്നേരത്ത് കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവൻ. ആരാണ് ഈ കരയുന്നത്? കരടിയെ അടിച്ചു വന്നവൻ. ആരാണ് ഈ കരയുന്നത്? സിംഹത്തെ കീറിക്കളഞ്ഞവൻ. ആരാണ് ഈ കരയുന്നത്? ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയവനാ. എന്നിട്ടും നീ ഇത് കരയുന്നു. നീ കരയാൻ ദൈവം അനുവദിച്ചത് എന്തിനാണ്? എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കും? ഇത്രയും പദവികളും അംഗീകാരങ്ങളും നിനക്കുണ്ടായിട്ട് നീ കരയുന്നത് എന്തിനാണ്? അതിനുള്ള ഉത്തരമാണ് കർത്താവ് തരാൻ പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനയിലിരിക്കണം. ഞാൻ ഒത്തിരി സമയം എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ചുരുക്കി ഞാൻ പറഞ്ഞു നോക്കാൻ സാധിക്കും. ചിലപ്പോ ദൈവം ചിലത് അനുവദിക്കും. മനസ്സിലായോ? ചിലപ്പോ ദൈവം ചിലത് അനുവദിക്കും. അത് നിന്നെ തകർക്കാനല്ല, ഒരു പദ്ധതി വെളിപ്പെടാൻ വേണ്ടിയാണ്. ഇത്രയും പൊസിഷനിൽ ഒരു മനുഷ്യനിരുന്ന് കരയുന്നു. നിങ്ങൾ കണ്ടുകൊണ്ട പുരുഷന്മാർ പബ്ലിക്കിൽ കരയാറില്ല. അവർ കരയുന്ന വിഷയങ്ങളുണ്ടെങ്കിലും ആരും കാണാതെ എവിടെയെങ്കിലും പോയിരുന്ന് കരയും. വെള്ളിയാഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ജോസഫിന്റെ സഹോദരന്മാർക്ക് ജോസഫിനെ പിടികിട്ടിയില്ല. പക്ഷെ ജോസഫിന് മനസ്സിലായി ഈ വന്നു നിൽക്കുന്നത് തന്റെ സഹോദരന്മാരാണ്. തിരിച്ചറിഞ്ഞപ്പോൾ, സഹോദര്യ ബന്ധത്തിന്റെ ആഴമറിഞ്ഞപ്പോൾ, ആമേൻ, അവിടെ വായിക്കുന്നത് ഒരു മുറിക്കകത്ത് കയറി വാവിട്ട് കരഞ്ഞു. കരഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് മുഖം കഴുകിയിട്ട് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫ. അപ്പോഴവർക്ക് പിടികിട്ടുന്നില്ല. ജോസഫ് മരിച്ചു എന്നൊരു വാർത്ത നിര്യാതനയെ കോളത്തിൽ വന്നതുവരെ അവർ അറിഞ്ഞതാണ്. പക്ഷെ ഇവരങ്ങനെ ജീവിച്ചിരിക്കുന്നു. വാവിട്ടുകരൻ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. മിസ്രൈം ദേശം, ഗോശൻ ദേശം മുഴുവനും ആ കുടുംബത്തിന്റെ കരച്ചിൽ കേട്ടു. ഒരു ആമീൻ പറഞ്ഞാട്ട്, കരച്ചിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു വിടുതൽ കർത്താവ് തരാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? എനിക്കറിയത്തില്ല. ഭയങ്കര വിടുതലിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ വിഷയം കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്റെ അകത്ത് ദൈവം തന്നൊരു ദൂതാണ്. കരയുമ്പോൾ ഓർത്തോണം, ദൈവ പദ്ധതി വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ മനുഷ്യനെ, ഈ പാവം ദാവീദിനെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ച് വായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. അടുത്തൊരു പദം, യഹോവ എന്നെ. ചിലർ നിന്നെ മറക്കുമ്പോൾ ഓർത്തോണം, കർത്താവ് നിന്നെ ചേർത്ത് നിർത്തുക. ചിലർ മറക്കുമ്പോൾ ഓർത്തോണം, കർത്താവ് എന്ത് ചെയ്തതിനെ ചേർത്ത് നിർത്തുക. ഇതുപോലെ ചേർത്ത് കർത്താവ് ചിലരെ നിർത്തുന്നുണ്ട്. എനിക്കറിയത്തില്ല, അകന്നു പോയ നിന്നെ കർത്താവ് ചേർത്ത് നിർത്തുകയാണ്. ദാവീദിന്റെ സങ്കടങ്ങൾ ഭയങ്കരമാണ്. ദാവീദിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നതിൽ നല്ലത് കർത്താവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായി. എന്ന് ചോദിച്ചാൽ സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം തകർക്കപ്പെടുകയാണ്. സിക്ലാഗ് തകരാൻ ദൈവം അനുവദിച്ചോ എന്ന് ചോദിച്ചാൽ അനുവദിച്ചു. ചിലപ്പോൾ അങ്ങനെ വരും. സങ്കടമെന്നാണ്. സിക്ലാഗ് തീവച്ചു. ശത്രുക്കൾ ഭാര്യമാരെയും മക്കളെയും പിടിച്ചോണ്ടുപോയി. ഈ വിഷയം ഉണ്ടായപ്പോഴാണ് കരയുവാൻ ബലമില്ലാതാകുമെന്ന ദാവീദ് അതിനെ സഹിക്കാം. പക്ഷെ കൂടെ നിന്ന ആളുകൾ പോലും ദാവീദിനെ എറിയാൻ എന്ത് ചെയ്തു? കുനിഞ്ഞത് കാല് ചൊറിയാനാണെന്ന് കരുതി. പക്ഷെ കുനിഞ്ഞവരെല്ലാം എന്ത് ചെയ്തു? ഓരോ കല്ലെടുത്തു കയ്യില്. ഓരോ കല്ലെടുത്തിട്ട് അവർ സൂക്ഷിച്ചു വെച്ചു. ആരെ എറിയാനാ? അഭിഷക്തനെ എറിയാൻ. നീ അറിയുന്നില്ല, ചിലർ നിന്റെ അടുത്ത് തന്നെ നിപ്പുണ്ട്. അവര് തന്നെ കുനിഞ്ഞ് കല്ലെടുക്കുമ്പോൾ ഓർത്തോളം നിന്നെ എറിയാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് ഇത് കണ്ടപ്പോ ദാവീദ് ഉറക്കെ കരഞ്ഞു. എങ്ങനെ? കരഞ്ഞ് 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 ഏങ്ങലടി. കരച്ചിന് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ്
ഏങ്ങലടി ശബ്ദം വരെ വന്നു. ആരും കേൾക്കുന്നില്ല. ആരോട് ദൈവം പറയുന്നു, 24 നീ കരഞ്ഞതാണെങ്കിൽ 25 കരയാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ കൺ മുമ്പിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുക. ദാവീദിന് അഭിഷേകമുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ സിക്ലാഗ് തന്റെ ഇത് നഷ്ടപ്പെടാൻ പോവുക. നമുക്ക് എങ്ങനെ ദാവീദിന് സിക്ലാഗ് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ബൈബിളും തുറന്നാട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യം തോന്നുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 27-ന്റെ 5ഉം 6ഉം. ദാവീദ് ആക്കീശിനോട് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കൽപ്പിച്ചു തരണം. അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അടുത്ത് ആക്കീശ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് സിക്ലാഗ് ആർക്ക് കിട്ടിയത്? ദാവീദ് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദാവീദിനെ ഏറ്റവും അധികം വേട്ടയാടിയത് ആരെന്നറിയാം? ദാവീദിനെ ഏറ്റവും അധികം പോരാടിയത് ആരാണ്? ശൗല. ആരാണ് ശൗല? അമ്മായിയപ്പനാണ് അല്ലേ? ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് ജഡരക്തങ്ങളായി, ഏറ്റവും അധികം യുദ്ധം ചെയ്തത് ജഡരക്തങ്ങളായി. ഓർക്കണം, ചില മനഃപൂർവ്വം ചിലർ എഴുന്നേൽക്കുന്നതിനെതിരെ. അതുകൊണ്ട് കരഞ്ഞു സങ്കടപ്പെട്ടു. ഒരു ദിവസം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ശൗലിന്റെ കൈയാൽ ഞാൻ മരിക്കേണ്ടി വരും, ശൗലിന്റെ കൈയാൽ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ദാവീദ് ഒഴിഞ്ഞു പോകാൻ നോക്കിയ പല സ്ഥലത്തുനിന്നും. ശൗലിനെ കിട്ടി. ശൗല് കിടന്ന് ഉറങ്ങുന്ന ഇടത്ത് ദാവീദ് വന്നു. എന്നിട്ട് അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം എന്ത് ചെയ്തു? കുറച്ച് മുറിച്ചെടുത്തു. രാവിലെ വിളിച്ചു പറഞ്ഞു, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, ഇന്നലെ ദൈവം നിന്നെ എന്റെ കയ്യിൽ തന്നതാണ്, പക്ഷെ നീ ഒരു അഭിഷക്തനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ വിഷയം അതല്ല. അന്ന് ദാമ്പത്യത്തിന്റെ മനസ്സ് കുത്തി തുടങ്ങി. അയ്യോ, ചെയ്യാൻ പാടില്ല. മനസ്സാക്ഷി മരവിച്ചാൽ ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ച് കുറ്റബോധം ഉണ്ടാകത്തില്ല. ഹലോ, ഈ തെങ്ങ കയറുന്ന ആളുകള് കാല് നോക്കിയാൽ അവരുടെ കാലിലൊരു തഴമുണ്ട്. നമ്മൾ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടിന് എന്തുണ്ടാവും? നമുക്ക് മുട്ടയിൽ ഇരിക്കാൻ പറ്റാത്ത കാലമായി പോയി. നടുവേദന, കാലുവേദന, പല അസ്വസ്ഥതകളുണ്ട്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മുട്ടയിൽ തഴമ്പ് വരും. ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവന്റെ നെറ്റി കൊണ്ടുവന്ന് നിലത്തു മുട്ടിക്ക് അവന്റെ നെറ്റിയിൽ തഴമ്പുണ്ട്. അങ്ങനൊന്നും ചെയ്യാനൊന്നും വചനം പറയുന്നില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, മുഴങ്ങാനുള്ള പ്രാർത്ഥന വലുതാണ്. ഇവിടെ ഏറ്റവും അധികം ശത്രുവായി മാറിയത് ശൗല. ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചിട്ട് മനസാക്ഷി കുത്തി തുടങ്ങി. ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും മനസ്സിനൊരു കുത്തലുമില്ലാതെ, ഒരു കുറ്റബോധമില്ലാതെ ഇരിക്കുന്ന ദൈവമക്കൾ ലോകത്തിലുണ്ട്. ഒരു കുറ്റബോധമില്ല. ആരെക്കുറിച്ചും എവിടെയും എന്തും പറയും. തെറ്റാണ്, അരുത്, അരുത്, പറയാൻ പാടില്ല. നിനക്ക് ജയത്തിനായിരിക്കാം പറയുന്നത്. ഏറ്റവും അധികം ശൗല് ആണ് ദാവീദിനെ വേട്ടയാടിയത്. ദാവീദ് മടുത്തു. ആക്കീശിന് മുമ്പിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ അവിടെയുള്ള പടയാളികൾ പറഞ്ഞു, ഇവൻ ദാവീദല്ലേ? പണ്ട് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞു. അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് ദാവീദ് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ആക്കീശിന്റെ അടുക്കൽ വന്നു. ആക്കീശ് രാജാവ് തനിക്ക് അഭയം കൊടുത്തു. കാരണം കയറിക്കിടക്കാൻ വീടില്ല. ഈ ജനത്തെ കൊണ്ട് നടക്കുമ്പോൾ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പൊ എവിടെയെങ്കിലും ആകണം. ആരാണ് ആക്കീശ്? ഫെലിസ്ത്യ രാജാവാണ്. ഈ സിക്ലാഗ് എന്ന് പറയുന്നത് ഫെലിസ്ത്യരുടെ പട്ടണമാണ്. ഇത് പതിപ്പിച്ചു കൊടുത്തതാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുടിയടപ്പ് കൊടുത്തെന്ന് പറഞ്ഞ പോലെ പതിപ്പിച്ചു കൊടുത്തതാണ്. ഗവൺമെന്റ് പതിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ആക്കീശ് ദാവീദിന് പതിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്ഥലത്തിന്റെ പേര് കിട്ടു സിക്ലാഗിൽ. ദാവീദ് കൂടാരം അടിച്ചു, ടെന്റ് കെട്ടി സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്നത് എനിക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ദൈവം അത് അനുവദിക്കുക. എന്തുകൊണ്ട്? ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങളായ ദാവീദിനെ കൂട്ടാതെ ആക്കീശ് താല്പര്യം പ്രകടിപ്പിച്ചു. നീ യുദ്ധത്തിന് വരുന്നെങ്കിൽ വാ. ദാവീദിനെ വിളിച്ചു. നീ സിക്ലാഗിൽ താമസിക്കല്ലേ, വരാം, കണ്ടോളം ഞാൻ ചെയ്ത പ്രവർത്തികൾ എന്ന അഭിമാനത്തോട് ദാവീദ് പറഞ്ഞു.
പക്ഷേ ആക്കീഷിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അരുത്, ഇവൻ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇന്നവൻ അനുകൂലമാണെങ്കിൽ നാളെ അവൻ പ്രതികൂലമായി മാറും. അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ജനങ്ങൾ അവനെ കൊണ്ടുപോകാതെ തിരിച്ചയച്ചു. യുദ്ധത്തിന് ആക്കീഷിന്റെ കൂടെ ദാവീദ് വരാതിരിക്കത്തക്കവണ്ണം പദ്ധതികൾ ഒരുക്കി തിരിച്ചയച്ചു. ഈ സമയം കൊണ്ട് ശത്രുക്കൾ വന്ന് സിക്ലാഗിന് തീ വെച്ചു. മനസ്സിലായവർക്ക് സ്വതന്ത്രം ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറയാം. സിക്ലാഗിൽ താമസിക്കണമെന്ന് ദാവീദിന് ഇഷ്ടമാണ്. പക്ഷെ ദൈവത്തിന് ഇഷ്ടം സിക്ലാഗിൽ താമസിക്കാനല്ല, യെരൂശലേമിൽ രാജാവായി വാഴാൻ വേണ്ടി. ഇപ്പൊ കാര്യം മനസ്സിലായി. ഇപ്പൊ നീ ഇരിക്കുന്നതും ഇപ്പൊ നീ കടന്നു പോകുന്നതും ഇപ്പൊ നീ അനുഭവിക്കുന്നതും ഒരുപക്ഷെ സിക്ലാഗായിരിക്കാം. ദൈവം യെരൂശലേമിൽ നിനക്ക് വേണ്ടി സിംഹാസനം ഒരുക്കാൻ പോകുക. അപ്പോൾ നമ്മൾ സഹിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകളുണ്ടല്ലോ, അത് മനഃപൂർവ്വമാണെന്ന് തോന്നും. പക്ഷെ ദൈവത്തിന്റെ ഹിതമാണ്. ആ ഹിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നാണ് പറയുന്നത്. നീ സിക്ലാഗിൽ താമസിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്തത് ഇസ്രായേൽ രാജാവായി വാഴാൻ വേണ്ടിയാണ്. എനിക്കറിയില്ല, ചിലരോട് ദൈവം ശക്തമായി പറയുകയാണ്, ചില വാഴ്ചയുടെ അധികാരങ്ങൾ ഇന്ന് പകൽ ദൈവം കൈമാറാൻ പോവുകയാണ്. ആ കൈയെ നടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അമാലേക്കര് വന്ന് ഭാര്യമാരെ പിടിച്ചോണ്ട് പോയി, കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയി. അത് മാത്രമല്ല, സിക്ലാഗ് പട്ടണത്തിന് എന്ത് ചെയ്തു? പിടിച്ചോണ്ട് പോയെങ്കിൽ തിരിച്ചു പിടിക്കും, ദാവീദ് ഉറപ്പാ. പക്ഷെ തീ വെച്ച് എന്തിനാ? ഇന്ന് നീ കംഫർട്ടായിട്ട് സുഖമായിട്ട് ഇരിക്കുന്ന പലതിന്മേലും തീ വെക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. അത് നിനക്കൊരു സുരക്ഷിതമാണ്, അത് നിനക്കൊരു കംഫർട്ട് സോണാണ്. ദൈവം അതിന് തീ വെക്കുന്നത് മനഃപൂർവ്വമാണ്. നീ അവിടെ നിളയാല് അപ്പുറത്തതില്ല വായിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ നീ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സിക്ലാഗ് പോലെ അനുഭവമാണ്. പക്ഷെ എനിക്ക് നിന്നെ വേറൊരു പൊസിഷൻ നിന്നെ എത്തിക്കണം. പക്ഷെ നീ സിക്ലാഗ് ഒരു കംഫർട്ട് സോണായിട്ട് വെച്ചിരിക്കാതിരിക്കട്ടെ. ദൈവത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നീ ഇരിക്കുന്ന, നീ ആശ്രയം വെച്ചിരിക്കുന്നതിനെ തീ വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ ഇരിക്കത്തില്ല, മറ്റൊരിടത്തേക്ക് ദൈവം നിന്നെ അയക്കും. നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് സുഖകരമായിട്ടുള്ള ചിലത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്. പക്ഷെ ദൈവത്തിന് ദാവീദിനെ നിന്നെ കുറിച്ചുള്ള പ്ലാൻ എന്ന് പറയുന്നത് സിക്ലാഗിൽ കഞ്ഞിക്കറി വെച്ച് നല്ല മൃഷ്ടാന ഭോജനം കഴിച്ച് കുഞ്ഞുങ്ങളുടെ കൂടി ഇരിക്കാനല്ല, കാട്ടിക്കടന്ന് നിന്നെ അഭിഷേകം ചെയ്തു നിന്നെ പുറത്തു കൊണ്ടുവന്നത് യെരൂശലേമിൽ നിന്നെ രാജാവാക്കാൻ വേണ്ടിയാണ്. മോനെ, ഞാൻ നോക്കുമ്പോ നിന്നെ കാണുന്നത് സിക്ലാഗിനകത്തെ കരിഞ്ഞ തീക്കകത്തുനിന്നിരിക്കുക. ആ സിക്ലാഗിനകത്തെ ചാരം വാരി പിടിച്ചുകൊണ്ട് നീ വാവിട്ട് കരയുക. എന്തുകൊണ്ട്? നേടിയെടുത്തത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പലതും കത്തി ചാമ്പലായി പോയി. സ്വപ്നങ്ങൾ ചാമ്പലായത് സത്യമാണെങ്കിലും നിന്നെ അവിടുന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുക ദൈവ പദ്ധതി. ഏറ്റെടുത്ത് ആരാധിച്ചോ, ഊര് മനസ്സിലായവർ ഏറ്റെടുത്ത് ആരാധിച്ചോ. ചിലത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ അറിവോടാ. ചില വീഴ്ചകളും ചില മുറിവുകളും ചില സങ്കടങ്ങളും താങ്ങാൻ കഴിയാതെ ശരീരത്തിൽ വരുമ്പോൾ ഓർത്തോണം, ഇത് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കണമെന്ന് ചെത്തുന്നത് പോലെ നീ വാരിയെടുത്തു ചാരം, നീ കൈകളിൽ വാരിയെടുത്തിട്ട് നീ വാവിട്ട് കരഞ്ഞു. ഞാനൊരു അഭിഷക്തനല്ലേ, എന്നെ അഭിഷേകം ചെയ്തതല്ലേ, എന്റെ മേൽ
അഭിഷേകത്തിന്റെ തീവ്രത തന്നെ. ഞാൻ സ്വപ്നം കണ്ട പലതും ചാമ്പലായി എന്ന് പറഞ്ഞ് നീ കരയുമ്പോൾ മോനെ നീ അറിഞ്ഞില്ല, അപ്പുറത്ത് സിംഹാസനം നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സിഗ്ലോൾ കത്തുമ്പോൾ ഓർത്തോണം, യെരൂശലേമിൽ നീ രാജാവായി വാഴാൻ പോകുകയാണ്. ഒന്ന് ശമൂവേൽ 30:1 ദാവീദ് ഭവനിലെ ആളുകൾ 3-ാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോൾ, കാരണം ആഖീഷിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ ദാവീദിന്റെ ആളുകളെ കൊണ്ട് ചേർന്നതാണ്. അവിടെ വെച്ച് പറഞ്ഞു ഇവനെ കൊണ്ടുപോയി ഇവൻ തിരിച്ചു വെട്ടു. ശത്രുവിന്റെ നേരെ ഓങ്ങിയ വാള് നമ്മുടെ ആളുകൾക്കിട്ട് വെട്ടു. അങ്ങനെ മിഥ്യാധാരണ ഉണ്ടാക്കി ദാവീദിനെ തിരിച്ചയച്ചു. അപ്പൊ 3 ദിവസമായി. ഇത് അറിയുന്നില്ല. ഇന്നത്തെ പോലെ മൊബൈലോ ഇമെയിൽ സന്ദേശങ്ങളൊന്നുമില്ല. ദാവീദ് സിഗ്ലാഗിൽ വന്നപ്പോൾ ആഖീശിയെ പതിപ്പിച്ചു കൊടുത്ത സ്ഥലത്ത് വെച്ച വീടും ആടുനാടുകളും കന്നുകാലികളും ഒന്നിനെ കാണുന്നില്ല. ആ കയ്യിലേക്ക് ചാരം വാരി എടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. സങ്കടം. കൂടെ വന്നവർ എറിയാൻ കല്ലെടുത്തു. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവര് പോലും എതിരാകുമ്പോഴല്ലേ സങ്കടം വരുന്നത്? എടാ, ശത്രു എന്തെങ്കിലും ചെയ്ത വിഷമിക്കണ്ടെന്നേ. നിന്റെ ജഡരക്തങ്ങൾ നിനക്ക് എതിരാകുമ്പോഴാണ് ഏറ്റവും വലിയ മുറിവ് നിനക്കുണ്ടാകുന്നത്. അതാണ് ഏറ്റവും വലിയ മുറിവ് എന്ന് പറയുന്നത്. നീ വിശ്വസിച്ചതും നീ വിശ്വാസം അർപ്പിച്ചതും നീ പ്രതീക്ഷിക്കുന്ന ആളുകൾ നിനക്ക് എതിരായി മാറുമ്പോഴാണ് നിന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നത്. അപ്പുറത്തെ ദൈവമില്ലാത്തവൻ എന്തെങ്കിലും നിനക്കെതിരെ കാണിച്ചാൽ നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. പക്ഷെ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞതല്ല, നിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആളുകൾ നിനക്കെതിരായി മാറിയപ്പോൾ ദാവീദ് പാവപ്പെട്ടു. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചപ്പോ ഞാൻ അറിയാതെ എന്റെ കണ്ണിന്ന് കണതിരുന്നു. ഈ പാവം മനുഷ്യന് എത്ര നാളായി ഇത് അനുഭവിക്കുക. ഈ ദൈവം ഒന്ന് സിംഹാസനം ഉറപ്പിച്ചു കൊടുത്താൽ പോലെ ഇല്ല. നിന്നെ ഇങ്ങനെ കുറെ ആഴ്ചകൾ വിടും. അത് കഴിഞ്ഞ് നിനക്ക് കർത്താവ് ഉറപ്പിച്ചു തരും. ദൂത് മറക്കരുത്. സിഗ്ലാഗ് കത്തുമ്പോൾ ഓർത്തോണം, സിംഹാസനം ഒരുങ്ങും. ഒന്ന് പറഞ്ഞേട്ടെ. ഇങ്ങനല്ല പറയണ്ട, ഉറക്കെ പറഞ്ഞേട്ടെ. സിഗ്ലാഗ് കത്തുമ്പോൾ എനിക്കറിയാം യെരൂശലേമിൽ സിംഹാസനം എനിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പൊ ഇത്രയുള്ള കാര്യം ദൈവം മനഃപൂർവ്വം ഈ ക്രമീകരണം ചെയ്തതാണ്. അവിടെ ദൈവം എത്തിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നീ അവിടെ കിടക്കും. ഒന്ന് കേട്ടോളം, പെട്ടെന്ന് പറഞ്ഞു വിടാം. ദാവീദിനെ രാജാവാക്കാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇപ്പോൾ നീ അനുഭവിക്കുന്നതല്ല, മറ്റൊരു പദ്ധതി ഈ വർഷം തന്നെ കർത്താവ് വെളിപ്പെടുത്തും. ആമേൻ എന്ന് ഉറക്കെ പറഞ്ഞു. 2, നിന്നെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ ദൈവം പദ്ധതി ഒരുക്കുകയാണ്. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. 3, ഇപ്പോൾ ഒതുങ്ങി ജീവിക്കുവാൻ പ്ലാൻ ചെയ്തു. ഇപ്പൊ നീ ആയിരിക്കുക ഒതുങ്ങി. ഇതൊക്കെ മതി. ഈ ബുദ്ധിമുട്ടും ഭാരമൊന്നും ആരോടും പറയരുത്. പാസ്റ്റർ പോലും അറിയരുത് എന്ന് നീ ആഗ്രഹിക്കുക. ആരോടും പറയണ്ട. എന്തിനാ ആളുകൾ അറിയുന്നത്? സാരമില്ലെന്ന് പറഞ്ഞ് നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കരഞ്ഞത് കർത്താവ് കണ്ടു. കേട്ടോ. ഈ സാഹചര്യത്തിൽ നീ ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയാണ്, നിന്നെ ഒതുക്കാനല്ല വിളിച്ചത്, നിന്നെ വിശാലമാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. 4, ദാവീദിന്റെ പ്ലാൻ ദൈവം എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കുന്നു. നീ പ്രതീക്ഷിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ചില കംഫർട്ട് സോൺ പൊളിക്കും ദൈവം. മറക്കരുത്, അത് ദൈവത്തിന്റെ അറിവോടുകൂടിയായിരിക്കും. ആ അറിവ് മറ്റൊരു പദ്ധതിക്ക് വേണ്ടി കർത്താവാക്കാൻ വേണ്ടിയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ ഇത് നീ കണ്ടുപിടിച്ച പദ്ധതിയാണ്. ഇത് നിന്റെ പ്ലാനാ. നിന്റെ പ്ലാൻ നടക്കത്തില്ല. ആരും പറഞ്ഞില്ല. നിന്റെ പ്ലാൻ നടക്കത്തില്ല. നിന്റെ പ്ലാൻ പൊളിച്ച് ദൈവത്തിന്റെ പ്ലാൻ കർത്താവ് കൊണ്ടുവരാൻ പോകുക. എനിക്കറിയത്തില്ല, 2025 ഫെബ്രുവരി മാസം പരിശുദ്ധമ പറയുകയാണ്. പല മനുഷ്യരുടെയും പദ്ധതി പൊളിച്ചിട്ട് ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന ചിലരോട് കർത്താവ് പറയുകയാണ്, നീ കണക്ക് കൂട്ടിയ പ്ലാൻ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം നിനക്ക് പ്രതികൂലമാണെന്ന് നീ പറയരുത്. ദൈവം നിനക്ക് എതിരാണെന്ന് പറയരുത്. ദൈവം നിന്നെ മറക്കുന്നു എന്ന് പറയരുത്. ദൈവം എന്നെ കാണുന്നില്ല എന്ന് നീ പറയരുത്.
സിക്ലാഗ് പൊളിക്കുന്നത് യെരൂശലേമിനെ രാജാവാക്കാൻ വേണ്ടിയാണ്. ഒരു ജോലി കഷ്ടപ്പെട്ട് ഉപവസിച്ച് നേടിയത് ശരിയാണ്, പക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ പാലാണ്. അതിന് ശ്രേഷ്ഠമേറിയത് ദൈവം തരാൻ വേണ്ടിയാണ്. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ സിക്ലാഗ് ആക്രമിച്ച അമാലേക്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഭിഷക്തനായ ദാവീദിന്റെ മേൽ നിങ്ങൾ വെച്ച ചെങ്കോലിനെ ഇന്ന് മകൾ കർത്താവ് ഒടിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ട്, എസ്തേറിന്റെ പുസ്തകമാണ്. രണ്ടാമത്തെ ഭാഗം കാണുന്നത് എസ്തേറിന്റെ പുസ്തകം. വായിക്കാൻ നേരമില്ല. ചിറ്റപ്പന്റെ മോൻ എസ്തേർ, മൊർദെഖായിയുടെ ചരിത്രം ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ വാതിക്കൽ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ, ആ മനുഷ്യൻ ഒരിക്കലും ആ ബിൽഡിങ്ങിന്റെ അധികാരിയാകുമെന്ന്, രാജ്യത്തെ ഭരിക്കുമെന്ന് ഒരു സ്വപ്നം കാണാൻ പറ്റുമോ? ഇവൻ വിശ്വസ്തനാണ്, ഇവൻ ഉപസിക്കുന്നവനാ. മൊർദെഖായി വാതിക്ക് ഇരിക്കുക. രാജാവ് വരുമ്പോ, ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നീണാൾ വാഴിട്ടെന്ന് പറയണം. അങ്ങനെ ഹാമാൻ വന്നപ്പോ മൊർദെഖായി അവന്റെ മുമ്പിൽ എന്ത് ചെയ്തില്ല? ഈ യഹൂദന്റെ പ്രമാണം എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ മുമ്പിൽ വണങ്ങത്തില്ല, ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ അവൻ വണങ്ങത്തുള്ളൂ, ദൈവത്തെ മാത്രമേ അവൻ ആരാധിക്കത്തുള്ളൂ. ഇതൊരു ചെറിയ അസൂയക്ക് വകയായി. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടെ, വലിയ വഴക്കായി മാറുന്നത് കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ്. കൊച്ചു കാര്യം, വിളിച്ചില്ല, പറഞ്ഞില്ല, അറിഞ്ഞില്ല, എന്നോട് ചോദിച്ചില്ല, അതെന്താ അങ്ങനെ ചോദിക്കാൻ വിട്ടുകളയത്തില്ല. പക്ഷെ അതെന്തായി മാറും? അത് വലിയ പകയായിട്ട് മാറും, അത് വലിയ വിദ്വേഷമായി മാറും. ഇത്രയേ ഉള്ളൂ. ആമാൻ വരുമ്പോ എന്ത് ചെയ്യണം? ഒന്നൊന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഞാൻ വരിക, കൊട്ടാരത്തിലേക്ക് ഞാൻ വരിക. ഞാൻ കൊട്ടാരത്തിൽ രണ്ടാമനാ, രാജാവ് കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് അധികാര പദവി. ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യുന്നില്ല. എന്താ കാരണം? യഹൂദർക്ക് പ്രമാണമുണ്ട്, വണങ്ങാൻ ദൈവത്തെ മാത്രം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാനൊന്ന് നോക്കി വന്നപ്പോ സെക്യൂരിറ്റി ഗാർഡാണ്, വണങ്ങേണ്ടവനാ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ബെഞ്ച് പിരിച്ചു നിൽക്കുക. അപ്പൊ എനിക്ക് സാലിനോട് എന്ത് ചെയ്തു? ഹാമാൻ മൊർദെഖായിയോട് ചെറിയ ജലസി. എന്താ കാരണം? ഒന്നെങ്കിലും ഇവനെ തെറിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കണം. താങ്ക് യു. വീട്ടിൽ ചെന്ന് കവന്ന് കിടന്ന് ഉറങ്ങി. ഭാര്യ വിളിച്ചു, സേരേഷ് എന്ത് പറ്റി? അച്ഛാ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നില്ലേ? ഒരു മൂടില്ല. എന്താണ്? ചില ആളുകൾക്ക് ഇതുപോലെ ഞായറാഴ്ച സഭയാത്തിൽ വരുമ്പോൾ എന്തില്ല? മൂഡ് കാണും. ഇത് പോണോ വേണ്ടെന്നെങ്കിലും അങ്ങനെ പോയേക്കാം. മൂഡ് അനുസരിച്ച് ഇവിടെ ആരും വരുന്നത് കർത്താവിനെ ആരാധിക്കണം. മൂഡ് പോകും, പക്ഷെ മൂഡ് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ മൂടില്ല ആർക്ക്? ഹാമാന് മൂടില്ല. ഹാമാൻ എന്ത് ചെയ്യുക? വീട്ടിൽ കയറി കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലഞ്ച് കഴിച്ചില്ല, സപ്പർ കഴിച്ചില്ല. ഭാര്യയ്ക്കൊക്കെ ദേഷ്യം. ഈ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ കഴിച്ചില്ലെങ്കിൽ സങ്കടമാർക്കാ കൂടുതലുണ്ടാകുന്നു. ഓ ഇന്ന് വേണ്ടില്ല, പക്ഷെ ഇതുപോലെ കഴിച്ചിട്ടായിരിക്കും അത് പറയത്തില്ല. അത് വേറെ കാര്യം. ഇന്ന് വിശപ്പില്ലെന്നോ, അത് സത്യമല്ലേ പറഞ്ഞത്? വഴിന്ന് കഴിക്കുമ്പോ പിന്നെ എന്തില്ല. പക്ഷെ ഇത് പ്രശ്നമല്ല, ഈ പ്രശ്നം വേറെയാണ്. ഒരു ചെറിയ തുടക്കമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ ഹാമാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ പ്രവാസത്തിൽ നിന്ന് കിടപ്പുണ്ട്, പിടിച്ചോ വന്ന് അവൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ വരുമ്പോ വണങ്ങത്തില്ല. അസൂയ മൂത്തു, അത് പകയായി, അത് വിദ്വേഷമായി. ഇവനെ നശിപ്പിക്കാനുള്ള സ്പിരിറ്റ് പെട്ടെന്ന് കയറി. എപ്പോഴും ഓർത്തോണം, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മിലുള്ളപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ, ഇതൊക്കെ കളഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ഈവിൾ സ്പിരിറ്റ്, പൈശാചിക ശക്തി നിന്റെ മേൽ കയറും. നശിപ്പിക്കത്തക്കവണ്ണം ഈ സ്പിരിറ്റ് കയറി. അതിന് ഭാര്യ കൂട്ടുപിടിച്ചു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, രാജാവുമായിട്ടിരുന്നു. അവിടെ എസ്തേർ ഹുസൈനുള്ള രാജാവും ഹാമാനും കുടിക്കാനിരുന്നു. ശൂഷം പട്ടണം എന്ത് ചെയ്തു? കലങ്ങിപ്പോയി. 3:15 ഹാമാനും രാജാവും കൂടി രണ്ടുപേരും കള്ളു കുടിക്കാനിരുന്നാൽ ഒരു സംസ്ഥാനം കുലുങ്ങുമോ? ഇല്ല, പക്ഷെ കുലുങ്ങി. എന്താ കാരണം? ചില അധികാരം കൈമാറുകയാണ്. ആ ഭാഗം നമുക്ക് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഒടുവിൽ ഹാമാനെ, മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ ഓർഡറുമായിട്ട് വന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു, മോനെ നീ ഒന്നും ചെയ്യണ്ട, ഉപവസിച്ചെന്ന് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കെ, ഏതു പ്രശ്നത്തിനും പരിഹാരം
വാക്കുതർക്കത്തിലോ കയ്യാങ്കളിയിലോ അല്ല. ഏത് പ്രശ്നത്തിനും പരിഹാരം പ്രാർത്ഥന മുറിക്കാവുന്നതാണ്. നിന്റെ പ്രശ്നങ്ങളെല്ലാം പറയാനൊരിടം പ്രാർത്ഥന മുറിയാ. നിനക്കതിന് നേരം കിട്ടുന്നില്ല. നീ ഇങ്ങനെ വേവലാതിപ്പെട്ട് ഓടി നടക്കുക. പ്രാർത്ഥന മുറി കയറി മൊർദെഖായി ഘോഷിച്ചു പ്രാർത്ഥിച്ചു, എസ്തേറിനോടും കാര്യം പറഞ്ഞു. സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അപ്പുറത്തൊരു മുട്ടും ശബ്ദം കേൾക്കാം. ഉളിയുടെയും ചുറ്റികയുടെ ശബ്ദമാണ്. കാരണം മൊർദെഖായിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി കഴുമര ഒരുക്കുക. ശ്രദ്ധിച്ച ഒരു ദൂതനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴുമര ഉണ്ടാക്കുന്നവർ ഉണ്ടാകട്ടെ. ആരും അതിൽ തൂങ്ങുമെന്ന് ദൈവം തീരുമാനിക്കും. ഇന്ന് പകലത്തെ തൂങ്ങിനാണ്. നീ അറിയാത്ത മണ്ഡലത്തിൽ നിനക്കെതിരെ നിന്റെ പൊക്കവും നിന്റെ വണ്ണവും നിന്റെ വെയിറ്റ് എല്ലാം നോക്കി ആരോ പണിയുന്നുണ്ട്. ആരോ പണിയുന്നുണ്ട്. പക്ഷെ അതിൽ ആരും തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കും. 2, ദുഷ്ടനായ ഹാമാന്റെ ചെങ്കോൽ നീതിമാനായ മൊർദെഖായിയുടെ മേൽ വാഴാൻ ദൈവം അനുവദിച്ചില്ല. 3, എന്റെ കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ലോകത്തെ രക്ഷിപ്പാമെന്ന കർത്താവിന്റെ മേൽ പീലാത്തോസ് വെച്ച ചെങ്കോൽ, കൊന്നു കളഞ്ഞോ എന്ന് പറഞ്ഞ് നീട്ടിയ ചെങ്കോൽ, ആ ചെങ്കോൽ അധികം നാൾ വാഴാൻ ദൈവം അനുവദിച്ചില്ല. കല്ലറ പൊട്ടിച്ചവൻ 3-ാം ദിവസം പുറത്തു വന്നെങ്കിൽ, യേശു കല്ലറ വിട്ട് പുറത്തു വന്നെങ്കിൽ, നീയുമായിരിക്കുന്ന പശ്ചാത്തലം വിട്ട് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുക. സാഹചര്യങ്ങൾ കൊഴിഞ്ഞു മറിയാൻ പോവുക, തിരിഞ്ഞു മറിയാൻ പോവുക. വിശ്വസിക്കുന്നവോ 2 കരമടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറ, കർത്താവ് നിനക്ക് അനുകൂലമായി ചെങ്കോൽ നീട്ടാൻ പോവുകയാണ്. ദൈവമേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായി ആമേ ദുഷ്ടൻ കൊണ്ടുവന്ന ചെങ്കോലുകൾ ഈ ഞായറാഴ്ച സഭായോഗത്തിൽ ഞങ്ങൾ ഒടിച്ചു കളയുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്കായി ഇരിക്കത്തക്കവണ്ണം, നീതിപൂർവ്വം ചിലത് നടപ്പിലാക്കത്തക്കവണ്ണം, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ ഇന്ന് പകലും വെളിപ്പെട്ട ദൈവകൃപയ്ക്കായി നന്ദി പറയുക. സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ രാജാവാക്കുവാൻ പദ്ധതിയുള്ളത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.